നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞല്ലോ. ഇത്തവണത്തെ മരണ ഗ്രൂപ്പ് ഏതാണ്? എല്ലാ വേൾഡ് കപ്പിലും നമ്മൾ മരണ ഗ്രൂപ്പ് എന്ന് പറയാറുണ്ടല്ലോ. നല്ല ടഫ് ഗ്രൂപ്പിനെ മരണ ഗ്രൂപ്പ് എന്ന് പറയും. അവിടെ പല വമ്പൻ ടീമുകളും മരിച്ച് വീഴാറുണ്ട്, ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാതെ വീഴാറുണ്ട്. ഇത്തവണ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ 48 ടീമുകൾ ഉള്ളത് കൊണ്ട് 12 ഗ്രൂപ്പുകളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ വീതം മുന്നോട്ട് കയറിയാൽ അത് 24 ടീമേ ആവുള്ളൂ. പിന്നെ മികച്ച 3ാം സ്ഥാനക്കാരായിട്ട് 8 ടീമുകൾ കൂടി കയറും. അപ്പോൾ 12 ഗ്രൂപ്പുകളിൽ 4 ടീമുകളുള്ള ഗ്രൂപ്പുകളിൽ 8 ഗ്രൂപ്പുകളിൽ നിന്നും 3 ടീമുകൾ മുന്നോട്ട് കയറുമ്പോൾ അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഇത്തവണ ഏത് ഗ്രൂപ്പും കടന്നു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മരണ ഗ്രൂപ്പ് എന്നുള്ളൊരു സംജ്ഞ ഇത്തവണ എത്രത്തോളം ശരിയാകും എന്നറിയില്ല. എന്നാലും ടഫായ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ മരണ ഗ്രൂപ്പ് എന്ന പ്രയോഗം എന്ന് മുതൽ തുടങ്ങി, എന്താണ് അതിൻ്റെ ചരിത്രം, നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. മരണ ഗ്രൂപ്പ് എന്നുള്ള സംജ്ഞ എവിടെ നിന്ന് ഉയർന്നു വന്നു നോക്കണം. ഈ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. ഈ ഒരു പ്രയോഗം ഒറിജിനേറ്റ് ചെയ്യുന്ന 1970 വേൾഡ് കപ്പ് മുതലാണ്. മെക്സിക്കൻ ജേർണലിസ്റ്റുകളാണ് ആ രൂപത്തിൽ ഒരു പ്രയോഗം നടത്തിയത്. അത് എൽ ഗ്രൂപ്പോ ഡി ലാ മൂഡറ്റെ എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഇംഗ്ലണ്ടും ബ്രസീലും റൊമാനിയയും ചെക്കോസ്ലാവേക്കിയുമുള്ള ഗ്രൂപ്പിനെ അവർ വിശേഷിപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് അന്ന് അത് നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന ടീമാണ്. അതോടൊപ്പം തന്നെ ബ്രസീലാണെങ്കിലോ വലിയ ഫുട്ബോൾ ലോകത്തെ പവർ ഹൗസാണ്. ആ വേൾഡ് കപ്പ് കൊണ്ടുപോയത് തന്നെ ബ്രസീലാണ് എന്ന കാര്യം നോക്കുക. അതുപോലെ തന്നെ മറ്റു ടീമുകൾ, ഇപ്പം ചെക്കോസ്ലാവേക്യ 62 വേൾഡ് കപ്പിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അന്ന് ആ ഒരു പ്രയോഗം ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ പ്രയോഗം എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഓർമ്മയുണ്ട് എനിക്ക്. അത് ഗ്രൂപ്പ് ഇ ആയിരുന്നു. സ്പെയിനും ജർമ്മനിയും ജപ്പാനും കോസ്റ്റാറിക്കയും ഉള്ളൊരു ഗ്രൂപ്പ്. സ്പെയിനും ജർമ്മനിയും ജപ്പാനും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ജപ്പാനാണ് അവിടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് വന്നത്. സ്പെയിൻ 2ാം സ്ഥാനക്കാരായിട്ട് കയറി. പിന്നെ ജർമ്മനി അന്ന് പുറത്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വേൾഡ് കപ്പിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഭരണ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 1982 ഗ്രൂപ്പ് സി ഇറ്റലി, ബ്രസീൽ, അർജന്റീന ടീമുകളായിരുന്നു. 86 ഗ്രൂപ്പ് ഇ ജർമ്മനി, ഉറുഗ്വായ്, ഡെൻമാർക്ക്, സ്കോട്ട്ലൻഡ്, അത് ഭരണ ഗ്രൂപ്പായിട്ട് കണ്ടു. 2002 അർജന്റീന, ഇംഗ്ലണ്ട്, സ്വീഡൻ, നൈജീരിയ, ഓർക്കുന്നുണ്ടാവും ആ ഒരു ടൂർണമെൻറ്റ്. ദെൻ 2006 ഇറ്റലി, ഗാന, USA, ചെക്ക് റിപ്പബ്ലിക്. 2014 ജർമ്മനി, പോർച്ചുഗൽ, USA, ഘാന. ഈ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ മരണ ഗ്രൂപ്പ് എന്ന രൂപത്തിൽ കണ്ടാണ്. അപ്പോൾ ഇത്തവണത്തെ 12 ഗ്രൂപ്പുകളിൽ ഏതാണ് മരണ ഗ്രൂപ്പ്? നമുക്ക് ആദ്യം വളരെ പെട്ടെന്ന് ഗ്രൂപ്പുകളൊന്ന് നോക്കിയിട്ട് വരാം. എന്നിട്ട് ഏത് ഗ്രൂപ്പാണ് മരണ ഗ്രൂപ്പ് എന്നൊന്ന് അനലൈസ് ചെയ്യാം. ഗ്രൂപ്പ് എ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, സെച്ചിയ. ഗ്രൂപ്പ് ബി കാനഡ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഖത്തർ ആൻഡ് സ്വിറ്റ്സർലൻഡ്. ഗ്രൂപ്പ് സി ബ്രസീൽ, മൊറോക്കോ, ഹെയ്ത്തി, സ്കോട്ട്ലൻഡ്. ഗ്രൂപ്പ് ഡി USA, പരാഗ്വേ, ഓസ്ട്രേലിയ, തുർക്കിയെ. ഗ്രൂപ്പ് ഇ ജർമ്മനി, കുർസാവോ, ഐവറി കോസ്റ്റ്, ഇക്കഡോർ. ഗ്രൂപ്പ് എഫ് നെതർലൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ. ഗ്രൂപ്പ് ജി ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ്. ഗ്രൂപ്പ് എച്ച് സ്പെയിൻ, കേപ്പ് വെർദെ, സൗദി അറേബ്യ, ഉറുഗ്വായ്. ഗ്രൂപ്പ് ഐ ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ. ഗ്രൂപ്പ് ജെ അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ. ഗ്രൂപ്പ് കെ പോർച്ചുഗൽ, DR കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ. ഗ്രൂപ്പ് എൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന, പനാമ. നിങ്ങൾ പറ, ഇതിൽ ഏതാണ് നല്ല ടഫ് ഗ്രൂപ്പ്, നമുക്ക് മരണ ഗ്രൂപ്പ് എന്ന് വിളിക്കാവുന്നത്? ഫുട്ബോൾ നിരീക്ഷകർ ഒറ്റ ഗ്രൂപ്പിനെ അങ്ങ് പറയാതെ 2 ഗ്രൂപ്പുകൾ എടുത്തു പറയുന്നു. പിന്നെ ഒരു 2 ഗ്രൂപ്പുകൾ അതിന് സബ്ബായും പറയുന്നുണ്ട്. ഗ്രൂപ്പ് എൽ നമുക്ക് വേണമെങ്കിൽ ഭരണ ഗ്രൂപ്പ് എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം ഇംഗ്ലണ്ട് ഉണ്ട്, ക്രൊയേഷ്യയുണ്ട്, ഘാനയുണ്ട്. 3ഉം എന്തും ചെയ്യാൻ സാധിക്കുന്ന ടീമാണ്. ശരി, ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ ആഫ്രിക്കൻ ടീമായ ഘാനയെ നിങ്ങൾ എഴുതി തള്ളേണ്ടതില്ല. ആർക്ക് വേണമെങ്കിലും ഒരു പണി കൊടുക്കും. ഇപ്പോൾ നോക്കുക, ഇംഗ്ലണ്ട് ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിന് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സ്ക്വാഡ് പ്രഖ്യാപിച്ച ആളാണ് തോമസ് ടൂഷേൽ. പക്ഷേ അദ്ദേഹം എടുത്ത ഓരോ താരങ്ങളും മികച്ച താരങ്ങളുമാണ്. പുറത്തും കുറേ നല്ല താരങ്ങളുണ്ട് എന്നത് മറക്കുന്നില്ല. അത് ആ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടാലൻറ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലണ്ട്, അതുപോലെ ക്രൊയേഷ്യ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ, അതിന് മുമ്പത്തെ വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ കളിച്ച്
ലൂക്കാ മോഡ്രിച്ചിൻ്റെ അവസാന വേൾഡ് കപ്പിന് അവരെത്തുമ്പോൾ അവർ കൈ മെയ് മറന്നു പോരാടും. അതോടൊപ്പം തന്നെ ഘാന ഞാൻ പറഞ്ഞ പോലെ ആർക്കും പണി കൊടുക്കാൻ റെഡിയായിട്ടുണ്ട്. പനാമയിൽ നമ്മൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ പോലും ഈ 3 ടീമുകൾ കട്ടക്ക് നിൽക്കുമ്പോൾ ഈ ഗ്രൂപ്പ് വിന്നറായിട്ട് ഒരു ടീം കയറുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. സോ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഒന്ന് ഗ്രൂപ്പ് എല്ലാണ്, മരണ ഗ്രൂപ്പ് എന്ന് ചിലരെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഗ്രൂപ്പ് ഐ ഒരു പക്ഷേ ഇപ്പോൾ പലരും ഗ്രൂപ്പ് ഐ ആയിരിക്കും വളരെ ടഫ് എന്ന് വിലയിരുത്തുന്നുണ്ട്. അതിന് കാരണം ആദ്യം ഗ്രൂപ്പ് ഇടുന്ന സമയത്ത് ഇതിലൊരു സ്ഥാനം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിലൂടെ ഇറാഖാണ് ഫില്ല് ചെയ്തത്. ആ ഇറാഖ് ഇന്നലെ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിട്ടുണ്ട്. എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അവർ വരുന്നത്. ബാക്കി 3 ടീമും ഫ്രാൻസും സെനഗലും നോർവേയും. ഫ്രാൻസ് ഇന്നലെ ഐവറി കോസ്റ്റിനോട് തോറ്റിട്ടുണ്ടെന്ന കാര്യം ഓർക്കുക. അത് നമ്മൾ സന്നാഹ മത്സരം വെച്ചിട്ട് ആരും വിലയിരുത്തുകയല്ല, പക്ഷേ എന്തും ചെയ്യാൻ പറ്റും ഏത് ടീമിനെന്നുള്ളത് പറയാൻ വേണ്ടി പറയുകയാണ്. ഐവറി കോസ്റ്റ് അല്ല സെനഗൽ കുറച്ചുകൂടി ശക്തരാണ്, അതുകൂടി നോക്കണം. പിന്നെ നോർവേ, എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ, അവരുടെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് ഒട്ടും എളുപ്പമാവില്ല ഗ്രൂപ്പ് ഐയിൽ നിന്ന് 1ാം സ്ഥാനം പിടിച്ച് മുന്നോട്ട് വന്നത്. 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ ഒക്കെ കിട്ടിയിട്ട് വരുന്ന എല്ലാവരും കയറും. ശരിയാ, ഒരു പക്ഷേ ഇറാഖ് പുറത്തായേക്കാം, ബാക്കി 3 ടീമും കയറേക്കാം. പക്ഷെ അപ്പോഴും 1ാം സ്ഥാനം കൊണ്ട് കയറുക അങ്ങനെയുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ്. എളുപ്പത്തിൽ കയറുക എന്നുള്ളത് കുറവാണ്. നന്നായിട്ട് പോരടിച്ചെങ്കിൽ മാത്രമേ ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ ഈ ഗ്രൂപ്പ് മരണ ഗ്രൂപ്പായിട്ട് പലരും കാണുന്നു. ഇനി ഇത്രത്തോളം ഒരു പോരാട്ടം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അതുപോലെയുള്ള 1-2 ഗ്രൂപ്പുകൾ കൂടിയുണ്ട്. അതൊന്ന് ഗ്രൂപ്പ് സി ആണ്. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ കളിക്കുന്ന ഗ്രൂപ്പാണ്. കാരണം അവിടെ മൊറോക്കോ ഉണ്ട്. ബ്രസീലും മൊറോക്കോ ഇപ്പോൾ മിന്നും ഫോമിലുള്ള ടീമാണ്, നിങ്ങൾക്കറിയാലോ. അത് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ മൊറോക്കോ കളിച്ചുകൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ യൂത്ത് വേൾഡ് കപ്പ് അവർ നേടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നല്ല ടാലൻറ്റ് ഫാക്ടറി ആയിട്ട് മൊറോക്കോ മാറിയിട്ടുണ്ട്. സോ ബ്രസീലും മൊറോക്കോ, അതോടൊപ്പം തന്നെ സ്കോട്ട്ലൻഡ് നമ്മളങ്ങനെ എഴുത്തള്ളേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളി ഉയർത്താൻ സ്കോട്ട്ലൻഡിനും കഴിയും. ഹെയ്ത്തിക്ക് ഒരു പക്ഷേ ഒരുപാടൊന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ ഈ ടീമുകൾ മൊറോക്കോയും സ്കോട്ട്ലൻഡും ഒക്കെ ബ്രസീലിന് ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഗ്രൂപ്പ് എഫിലാണ് നെതർലൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ. ഇത് ഹൈ പ്രൊഫൈൽ ടീമുകൾ കുറവാണല്ലോ നോക്കണ്ട. ജപ്പാൻ മോശമല്ല. ഈ വേൾഡ് കപ്പിൽ ഒരു ഏഷ്യൻ ടീം ഒരുപാട് മുന്നോട്ട് പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ജപ്പാനാണ്. പിന്നെ നെതർലൻഡ്സ് അറിയാമല്ലോ, എല്ലാ പ്രാവശ്യവും ഓറഞ്ച് വസന്തം സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നെതർലൻഡ്സും ജപ്പാനും, സ്വീഡൻ ഇത്തവണ ഒന്നുകൂടി മികച്ച രൂപത്തിലായിരിക്കും. അലക്സാണ്ടർ ഐസക്കും വിക്ടർ ഗ്യോക്കറസും ഒക്കെ ചേരുമ്പോൾ സ്വീഡനെ ഭയക്കണം. ആഫ്രിക്കൻ കരുത്തുമായിട്ട് ടുണീഷ്യയുമുണ്ട്. സോ ഗ്രൂപ്പ് എഫ് ഈസ് ഓൾസോ എ ടഫർ ഗ്രൂപ്പ്. സോ നമുക്ക് ഒറ്റ ഒരു ഗ്രൂപ്പിനെ അങ്ങ് പറയാൻ പറ്റില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് എല്ലും ഗ്രൂപ്പ് ഐയുമാണ് ഏറ്റവും ടഫായിട്ടുള്ള ഗ്രൂപ്പുകൾ. അതിൽ താഴെ ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് എഫും കാണണം. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ചർച്ചകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. സോ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ അടുത്ത വിശകലനങ്ങളുമായിട്ട് വീണ്ടും കാണാം.